പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാൻ ഒരു സാധാരണ രാജ്യമായി മാത്രമല്ല കണക്കാക്കപ്പെടുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ സാംസ്കാരിക പൈതൃകവും ശക്തമായ രാഷ്ട്രീയ സ്വാധീനവും കൈവശം വെച്ച ഒരു മഹാശക്തിയായാണ് നിലകൊള്ളുന്നത്. ചരിത്രപരമായ ആഴവും സാംസ്കാരിക സമ്പത്തും കൂടിച്ചേരുമ്പോൾ രൂപപ്പെടുന്ന ശക്തിയുടെ ഉദാഹരണമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ മേഖലയിലെ ഏതൊരു രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക ചലനത്തിനും ഇറാന്റെ സാന്നിധ്യം ഒഴിവാക്കാനാവാത്ത ഘട്ടമായി മാറിയിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇറാന്റെ നിലപാട് പലപ്പോഴും വ്യത്യസ്തമാണ്. പാശ്ചാത്യ ശക്തികളോട് തുറന്ന എതിർപ്പും സ്വതന്ത്രമായ വിദേശ നയവും ഇറാനെ വേറിട്ട് നിർത്തുന്നു. എന്നിരുന്നാലും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയിലും അയൽ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് UAE-യുമായി ഇറാൻ പുലർത്തുന്ന ബന്ധം വളരെ സങ്കീർണവും അതേസമയം ശ്രദ്ധേയവുമാണ്. ഉപരിതലത്തിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും അടിസ്ഥാനം സാമ്പത്തികവും സാമൂഹികമായ ബന്ധങ്ങൾ ശക്തമായി നിലകൊള്ളുന്നതാണ് ഈ ബന്ധത്തിന്റെ പ്രത്യേകത. ഭൂമിശാസ്ത്രപരമായ ഘട്ടങ്ങൾ ഇറാനെ ഒരു അതുല്യമായ തന്ത്രപ്രധാന രാജ്യമായി ഉയർത്തിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ജലപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണെന്നത് അതിന്റെ പ്രധാന ശക്തികളിലൊന്നാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതം ഈ കടലിടുക്കിലൂടെ കടന്നുപോകുന്നു. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ഈ ജലപാതയുടെ സുരക്ഷയും സ്ഥിരതയും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ആയതിനാൽ ഇറാന്റെ നിലപാടുകളെ അവഗണിച്ച് മേഖലയിൽ ദീർഘകാല സമാധാനം ഉറപ്പാക്കുക എന്നത് പ്രായോഗികമല്ല. ഇറാനും UAE-യും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം രാഷ്ട്രീയ സംഘർഷങ്ങൾക്കപ്പുറം നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. കഠിനമായ അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും UAE ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളിയായി തുടരുന്നുണ്ട്. ഏകദേശം $27 ബില്യൺ വ്യാപാരം എന്നത് വെറും അക്കമല്ല, അത് ഇരു രാജ്യങ്ങളുടെയും ജനങ്ങൾക്കിടയിൽ ബന്ധത്തിന്റെ പ്രതിഫലനമാണ്. ഈ വ്യാപാര രംഗത്തെ മാത്രമല്ല, സാമൂഹ്യ ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തുന്ന ഒരു ഘട്ടമാണ്. ദുബായിയുടെ വളർച്ചയിൽ ഇറാനിൽ സമൂഹത്തിന്റെ സംഭാവന വളരെ വലുതാണ്. പതിറ്റാണ്ടുകളായി ഇറാനിൽ നിന്ന് കുടിയേറിയവർ വ്യാപാര രംഗത്തും സേവന മേഖലയിലും നിർണായക പങ്ക് വഹിച്ചു. ഇന്ന് ഏകദേശം 5 ലക്ഷത്തോളം ഇറാനികൾ UAE-യിൽ താമസിക്കുന്നു എന്നാണ് കണക്കുകൾ. ഈ ജനവിഭാഗം സാംസ്കാരിക ഇടപെടലുകൾക്ക് വഴി തെളിയിക്കുകയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇറാന്റെ സാമ്പത്തിക സാധ്യതകളും അയൽ രാജ്യങ്ങൾക്ക് അവഗണിക്കാൻ ആവാത്തതാണ്. വിഭവങ്ങൾക്ക് പുറമെ വ്യവസായിക, കാർഷിക, സാങ്കേതിക മേഖലകളിലും വളരാൻ വലിയ സാധ്യതയുണ്ട്. ഉപരോധങ്ങൾ നീക്കിയാൽ ഇറാൻ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ ശക്തമായി ഇടപെടാൻ കഴിയുമെന്ന പ്രതീക്ഷ പല രാജ്യങ്ങൾക്കുമുണ്ട്. ഈ സാധ്യതകളെ മുൻനിർത്തിയാണ് UAE പോലുള്ള രാജ്യങ്ങൾക്ക് ഇറാനുമായി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കാൻ തയ്യാറാകാത്തത്. ഇറാൻ തന്റെ പരമാധികാരത്തെ വളരെ ഉയർന്ന നിലയിൽ കാണുന്ന രാജ്യമാണ്. വിദേശ ഇടപെടലുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇറാൻ സ്വതന്ത്ര ശക്തിയായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങൾ ഈ നിലപാടിനെ കൂടുതൽ ശക്തമാക്കി. അതിനിടെ ആഭ്യന്തര സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രത്യേകിച്ച് മിസൈൽ സാങ്കേതിക വിദ്യയിലും ഡ്രോൺ നിർമ്മാണത്തിലും ഇറാൻ കൈവരിച്ച മുന്നേറ്റം ശ്രദ്ധേയമാണ്. കുറഞ്ഞ ചെലവിൽ ഉയർന്ന ഫലപ്രാപ്തിയുള്ള ആയുധ സമ്പത്തുകളും വികസിപ്പിക്കാൻ ഇറാൻ സാധിച്ചതായി വിലയിരുത്തപ്പെടുന്നു. ഈ സൈനിക ശേഷി പ്രദേശത്തെ ശക്തി സമവാക്യത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. അയൽ രാജ്യങ്ങൾക്കും പാശ്ചാത്യ ശക്തികൾക്കും ഇറാൻ നൽകുന്ന മുന്നറിയിപ്പായി ഈ സാങ്കേതിക ശക്തി പ്രവർത്തിക്കുന്നു. എബ്രഹാം ഉടമ്പടി പോലുള്ള പുതിയ സഖ്യങ്ങൾ മേഖലയിൽ രൂപപ്പെട്ടപ്പോൾ അത് തന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇറാന്റെ ആശങ്ക ന്യായമാണ്. സ്വന്തം അതിർത്തിക്കടുത്ത് ശത്രു രാജ്യങ്ങൾക്ക് സാന്നിധ്യം അനുവദിക്കില്ല എന്ന ഇറാന്റെ കർശന നിലപാട് സ്വാഭാവികമായ ഈ സുരക്ഷാ മുൻകരുതലാണ്. ഈ നിലപാടാണ് നിലവിലെ പല നയതന്ത്ര നീക്കങ്ങൾക്കും ആധാരം. യമനിലെയും സിറിയയിലെയും വിഷയങ്ങൾ ഇറാൻ സ്വീകരിക്കുന്ന നിലപാട് പശ്ചിമേഷ്യയിലെ മാറ്റത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. പാലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ സജീവമായി പ്രതിരോധം തീർക്കുന്ന ഒരേ ഒരു പ്രാദേശിക ശക്തിയായി ഇറാൻ സ്വയം അടയാളപ്പെടുന്നു. ഇത് അറബ് ലോകത്തെ സാധാരണക്കാർക്കിടയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായി മാറാനാണ്. ഇന്ത്യയുമായുള്ള സഹകരണം ഇറാന്റെ ഈ നീക്കത്തിന് കരുത്തു പകരുന്നു. ഇത് UAE-യുടെ ലോജിസ്റ്റിക് മേഖലയ്ക്ക് ഒരു മത്സരം നൽകുന്നുണ്ടെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് മേഖലയിലെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായമാകും. ഭാവിയിൽ മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുമെങ്കിൽ ഇറാനെ ഉൾപ്പെടുത്തി സഹകരണപരമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ടെന്നത് കൂടുതൽ വ്യക്തമാക്കിയിരിക്കുന്നു. സംഘർഷങ്ങൾ അപ്പുറം പരസ്പര ആശ്രയത്വം തിരിച്ചറിഞ്ഞാൽ മാത്രമേ പശ്ചിമേഷ്യയിലേക്ക് ദീർഘകാല സമാധാനത്തിലേക്കുള്ള വഴി തുറക്കാൻ കഴിയൂ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.